വയനാട് ദുരന്തത്തിന്റെ പേരിൽ കോൺഗ്രസ് നടത്തിയത് വലിയ തീവട്ടിക്കൊള്ളയെന്ന് CPM നേതാവ് തോമസ് ഐസക്. വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാനായി പിരിച്ച തുകയുടെ സത്യസന്ധമായ കണക്കുകൾ പുറത്തുവിടാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും തോമസ് ഐസക് ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് സത്യസന്ധമായി കേരളത്തിലെ ജനങ്ങളോട് സത്യം തുറന്നു പറയാൻ തയ്യാറാകണം. ആപ്പ് വഴി എത്ര കോടി രൂപ പിരിച്ചു? ആപ്പ് വഴിയല്ലാതെ പണം സമാഹരിച്ചതിന്റെ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. ഇപ്രകാരം എത്ര കോടി രൂപ പിരിച്ചുവെന്ന് തോമസ് ഐസക് ചോദിച്ചു. വീട് പണിയാനുള്ള പണം കയ്യിലില്ല എന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത്. പണം കയ്യിലില്ലാതെ എന്തിന് തറക്കല്ലിട്ടു? ഏത് ശവം തൂക്കിയാണ് പിരിച്ച പണം അടിച്ചുമാറ്റിയത്? എപ്പോഴാണ് ഈ തട്ടിപ്പ് നടന്നത്? ദുരിതാശ്വാസ ഫണ്ട് ആപ്പ് അപ്രത്യക്ഷമായതും പണം തട്ടിച്ചതും ഒരേ സമയത്തായിരിക്കണം. ഈ തിരിമറി നടത്തിയ ശേഷമെല്ലാം പ്രതിപക്ഷ നേതാവ് അവകാശപ്പെട്ടത് അദ്ദേഹത്തിന്റെയും KPCC പ്രസിഡന്റിന്റെയും സംയുക്ത അക്കൗണ്ടിൽ പണമുണ്ടെന്നാണ്. അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്ന് അവരുടെ നാമനിർദ്ദേശ പത്രിക വന്നപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ അടക്കം പങ്കാളികളായുള്ള പകൽക്കൊള്ളയാണിതെന്ന് വ്യക്തം എന്നാണ് തോമസ് ഐസക് കുറിച്ചത്.